ഞാനൊരു ഹിന്ദു മതവിശ്വാസത്തിൽപ്പെട്ട ഒരാളെ സ്നേഹിച്ച ഒരാളാണ്. ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിൽ ജീവിച്ച ഒരാളാണ്. അപ്പൊ അവരതിനെ എതിർക്കുകയായിരുന്നു. അവരത്രയും കാലം അവരോട് നല്ല സൗഹൃദത്തിലായിരുന്നു. പക്ഷെ എന്റെ ഒരു മാരേജ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വീട്ടുകാരോട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. മാരേജ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് അതിനോട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ മതത്തെയാണ് എപ്പോഴും മുൻകൂട്ടി നിൽക്കുന്നത്. ഇപ്പൊ 2.5 വർഷമായി. ഈ 2 വർഷത്തിനിടയ്ക്ക് വീട്ടുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയോ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആയിരക്കണക്കിന് കുടുംബക്കാരുടെ പ്രാർത്ഥനയോടെ കൈപിടിച്ച് കരയുന്ന ഒരു വാപ്പാന്റെ കയ്യിന്റെ ഭാഗത്ത് നിന്ന് നിശ്ചയിക്കപ്പെട്ട ആണിന്റെ കയ്യിലേക്ക് പോകുന്ന ബർക്കത്തും നാട്ടുകൂട്ടുകാരന്റെ 10 കൂട്ടുകാരന്റെ ബലത്തിൽ രജിസ്റ്റർ ഓഫീസിന്റെ 4 ചുമരുകൾക്കുള്ളിൽ 10 ലഡു വിതരണം ചെയ്ത് 2 ചുവന്ന മാലയിട്ട് ഇല്ലോളം തരി പൊന്നില്ലേലും എന്ന പാട്ട് വെച്ച് ജീവിക്കലൊന്നും ജീവിതല്ല, അത് ഇൻസ്റ്റഗ്രാം റീലുകളാ. അതൊരിക്കലും നിങ്ങളുടെ കുടുംബത്തിൽ മനസമാധാനം വരുത്തില്ല. നെഞ്ചുപൊട്ടിയ ഒരു വാപ്പാന്റെ കണ്ണുനീരിനും ഈ ലോകത്തിന് പകരം വെക്കാൻ ഒരു കിണറിലെ വെള്ളം ഒഴിച്ചാലും നിങ്ങൾക്ക് പറ്റില്ല. കണ്ണു നിറഞ്ഞ് കരയുന്ന ഒരു ഉമ്മാന്റെ കണ്ണുനീരിന്റെ ചൂട് തണുക്കാൻ ഈ ലോകത്തുള്ള സർവ്വ വെള്ളവും കടലിലെ വെള്ളം നിങ്ങൾ ഒഴിച്ചാലും നിങ്ങൾക്ക് ആ ഉമ്മാന്റെ കണ്ണുനീര് തണുപ്പിക്കാൻ പറ്റൂല. കാരണം ജീവിതത്തിൽ അള്ളാഹു നിങ്ങളെ നിശ്ചയിച്ചത് ആ 2 ഉദരങ്ങളിലാ.